വചനമൊഴി മാർച്ച് 12. വചനഭാഗം 1 തെസ്സലോനി 4:1-8, ലൂക്കായുടെ സുവിശേഷം 5:12-16. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലം മനുഷ്യജീവിതത്തെ നവീകരിക്കാനും വിശുദ്ധിയിലേക്ക് വളരാനും ദൈവം നൽകുന്ന കൃപയുടെ കാലഘട്ടമാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ വിശുദ്ധിയിലേക്ക് വിളിക്കുകയും ദൈവത്തിന്റെ കരുണ നമ്മെ ശുദ്ധീകരിക്കുന്നതിനെ പറ്റി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. ഈശോയെ അനുഗമിക്കുന്ന ജീവിതം ഒരു വിശ്വാസ പ്രഖ്യാപനം മാത്രമല്ല, അത് ഒരു ജീവിത ശൈലിയാണ്. നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും വിശുദ്ധി പ്രകടമാകണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നോമ്പുകാലം നമ്മെ നമ്മുടെ ദുർബലതകൾ തിരിച്ചറിയുവാനും ആത്മീയ നവീകരണത്തിനും വേണ്ട ഒരു കാലഘട്ടമാണ്. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ, ദൈവം നമ്മെ വിളിക്കുന്നത് ശിക്ഷിക്കാനല്ല, വിശുദ്ധരാകാനാണ്. വിശുദ്ധി ദൈവവുമായുള്ള സ്നേഹബന്ധത്തിന്റെ പ്രകടനമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നാം കാണുന്നത്. കുഷ്ഠം അന്നത്തെ സമൂഹത്തിൽ വലിയ അശുദ്ധിയുടെയും ഒറ്റപ്പെടലിന്റെയും അടയാളമായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ വിശ്വാസത്തോടെ ഈശോയുടെ പക്കൽ വരുന്നു, ഈശോയോട് അപേക്ഷിക്കുന്നു, കർത്താവേ, നീ ആഗ്രഹിച്ചാൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ അവനെ സ്പർശിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, നീ ശുദ്ധനാകുക. ഈശോയുടെ കരുണയുടെ മഹത്വം നാം ഇവിടെ കാണുന്നു. സമൂഹം അകറ്റി നിർത്തുന്നവനെ ഈശോ ചേർത്ത് നിർത്തുന്നു. പാപവും ദുർബലതകളും കൊണ്ട് മലിനമായ മനുഷ്യനെ തള്ളിപ്പറയുന്നവനല്ല ദൈവം, മറിച്ച് ചേർത്ത് നിർത്തുന്നവനാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ 2 വചനഭാഗങ്ങളും നമ്മെ വലിയൊരു ആത്മീയ സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവം നമ്മെ വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നു. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ മലിനമാകുന്നെങ്കിൽ കർത്താവിന്റെ സ്പർശനത്താൽ ശുദ്ധീകരിക്കുവാൻ അവിടുത്തെ കരുണയുടെ, കൃപയുടെ അനുഭവത്തിലേക്ക് നമ്മെ വിളിക്കുന്നു. മനുഷ്യന്റെ ശ്രമവും ദൈവത്തിന്റെ കൃപയും ഒരുമിക്കുമ്പോഴാണ് ആത്മീയ ജീവിതം ഫലവത്താക്കുവാൻ സാധിക്കുന്നത്, നവീകരിക്കപ്പെട്ട ജീവിതം നമുക്ക് ഉളവാക്കുവാൻ സാധിക്കുന്നത്. ഈ നോമ്പ് കാലഘട്ടത്ത് ദൈവകൃപയോട് സഹകരിച്ചുകൊണ്ട് നമുക്കും വിശുദ്ധീകരിക്കപ്പെടുവാനും വിശുദ്ധിയിൽ വളരുവാനും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.